ഓം ശാന്തി. പലപ്പോഴും ഒരുപാട് കൂട്ടുകാരുടെ പരാതിയാണ്, ചെയ്യണം എന്ന് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ആവുന്നില്ല. ഞാൻ നാളെ മുതൽ വാക്കിങ്ങിന് പോകും, ഇന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജിമ്മിന് പോകും, വായിക്കാൻ തുടങ്ങും, എന്തായാലും ഈ ആഴ്ച ബ്രഹ്മകുമാരി സെൻറ്ററിൽ എനിക്ക് പോകണം, മെഡിറ്റേഷൻ പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് പിന്നെയും മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് മുതൽ എൻ്റെ നല്ല ശീലങ്ങളെല്ലാം ഞാൻ ആരംഭിക്കുന്നു വിചാരിക്കും, പിന്നെയും മാറ്റിവെക്കേണ്ടതായി വരുന്നു. ഒരുപാട് ആളുകളുടെ പരാതിയാണ്, പലതും തുടങ്ങണം എന്നാഗ്രഹിച്ചിട്ട് ആവുന്നില്ല. എന്താണ് മുഖ്യമായിട്ടുള്ള കാരണം ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഭാഷയിൽ ഒരു കാരണം എന്നൊരു സാധനമില്ല, നിവാരണേ ഉള്ളൂ എന്ന് പറയും പരമാത്മ തൻ്റെ ഭാഷയിൽ. ഞാൻ എൻ്റെ ലൈഫിൽ സ്വന്തമാക്കുന്ന പ്രിൻസിപ്പിളും അത് തന്നെയാണ്. കാരണം എന്നൊന്നില്ല, നിവാരണമേ ഉള്ളൂ എന്നാണ്. പലപ്പോഴും സന്ദർഭങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പോൾ വിജയദശമി വരികയാണ്, ഇനിയൊരു 10 ദിവസത്തേക്കോ 15 ദിവസത്തേക്കോ ഈ വീഡിയോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സാധ്യമല്ല. അപ്പോൾ മറ്റെല്ലാ തിരക്കുകളിടയിലും ഓരോ ദിവസവും കുറച്ച് പഠിച്ച്, കുറച്ച് കണ്ട് കേട്ട് വെച്ച് ഒരു ദിവസം അതിനെ മുഴുവൻ ഒന്ന് ക്രോഡീകരിച്ചെടുത്ത് 10ഓ 15ഓ വീഡിയോ ഒരു ദിവസം ചെയ്തു വെച്ചുകൊണ്ടാണെങ്കിലും ഈ കാരണം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ നിവാരണം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഒരു പക്ഷേ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ച ദിവസമായിരിക്കും ഒരു കോൾഡ് വരുന്നത്, അല്ലെങ്കിൽ തൊണ്ടയിലൊരു പ്രശ്നം വരുന്നത്, അതിന് വേണ്ട മെഡിസിൻ കൊടുത്തു, ഉപ്പ് മഞ്ഞൾ വെള്ളം കൊടുത്തു, അതല്ലെങ്കിൽ നമ്മുടെ വ്യോഷാദി വടകം കൊടുത്തു, കർപ്പൂര ചൂർണം കൊടുത്തു, എന്തൊക്കെ കൊടുക്കാം അതൊക്കെ കൊടുത്ത് ശരിയാക്കിക്കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് ശരിയാക്കി എടുത്തുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ പല പരിപാടികളും ചെയ്യാറുണ്ട്. ഒരു കാര്യം എനിക്കും ഉറപ്പാണ്, കാരണം എന്നൊന്നില്ല, നിവാരണം നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും മടിയുള്ളതായിരിക്കുന്ന കൂട്ടുകാരുടെ ഒരു വിഷമത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മടിയാണോ നിങ്ങളുടെ പ്രശ്നം ചോദിച്ചാൽ മടിയല്ല. സത്യത്തിൽ എന്ത് തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങുന്നതായിട്ടുള്ള അറിവില്ലായ്മ. അതാണ് എനിക്ക് ശരിയെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ തോന്നും അതല്ല എനിക്ക് ശരി, ഇതാണെന്ന് തോന്നിപ്പോവും. ഇന്നിങ്ങനെ തുടങ്ങണം തോന്നും. അപ്പോൾ ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും അവിടുന്ന് മാറിപ്പോവും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ്. അപ്പോൾ കാരണങ്ങൾക്കൊക്കെ ഒരു നിവാരണം കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യം നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതിന് ലോകത്തെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും അതൊരു ഊർജവും ഉപയോഗിക്കാതെ റിലാക്സ് ചെയ്തിരിക്കാൻ, മിനിമം എനർജി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനാണ് നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനർജി ഉപയോഗിക്കാതെ ടി വി കണ്ടിരിക്കുകയാണോ, സ്വസ്ഥാണല്ലോ, കണ്ടിരുന്നാൽ മതിയല്ലോ. വീഡിയോ കാണുകയാണോ, സ്വസ്ഥാണല്ലോ, കണ്ടിരുന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം, അതെല്ലാം ചെയ്യാൻ വളരെ വേഗം നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ലിവ് അറ്റ് ഈസ് എന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അതിൽ സുഖം അനുഭവിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ചെയ്തേക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ബ്രെയിനിന് ഒരുപാട് കാര്യങ്ങൾ, നാളെ ഞാൻ ഇത്ര മണിക്ക് എണീക്കും, അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും, അരമണിക്കൂർ വ്യായാമം ചെയ്യും, അരമണിക്കൂർ പഠിക്കും, ഇത്ര മണിക്ക് അത് ചെയ്യും, ഇത്ര മണിക്ക് അത് ചെയ്യും, ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കിയാൽ ഷെഡ്യൂൾ കാണുമ്പോൾ തന്നെ ക്ഷീണിക്കും. നാളെ വേണ്ട, മറ്റന്നാളത്തേക്കാവട്ടെ എന്ന് പറയും. അതുകൊണ്ട് ആദ്യം കൊച്ചു തുടക്കം. ആദ്യത്തിൽ ഇന്ന് ശരി, ഞാൻ വ്യായാമം ചെയ്യാനായിട്ട് പുറത്തൊന്നും പോയിട്ടില്ല എങ്കിലും ആ ഷൂ ഒക്കെ കെട്ടിയിട്ട് വെറുതെ ഒന്ന് നമ്മുടെ മുറ്റത്തിൽ ഒരു 4 റൗണ്ട് നടന്നു വരും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10 മീറ്റർ നടന്ന് തിരിച്ചു വന്നേക്കാം, ആ കോർണർ വരെ ഒന്ന് പോയി തിരിച്ചു വന്നേക്കാം. ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുക. അതല്ല നിങ്ങൾ പ്രാണായാമം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഒരു 200 എണ്ണം എന്നൊക്കെ ആക്കാതെ ആദ്യം ഒരു 10 എണ്ണം, 5 എണ്ണം, ചെറിയ തുടക്കമെങ്കിലും ഇന്ന് ഞാൻ ചെയ്തിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, ഓക്കെ ചെയ്യുന്നില്ല എന്നാലൊന്ന് തുടങ്ങി വെച്ചേക്കാം. ഈ തുടങ്ങി വെക്കുന്നൊരു കാര്യമുണ്ടല്ലോ, ഏതൊരു കാര്യവും തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ സുഖം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും അത് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ കൂടും. അതുകൊണ്ട് തുടങ്ങട്ടെ ഇന്ന് എന്നൊരു വിചാരം, നാളേക്ക് മാറ്റാമെന്ന് വിചാരിക്കുമ്പോൾ ഓക്കെ നാളെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം, ഇന്നൊന്ന് തുടങ്ങിയേക്കാം എന്ന് വിചാരിക്കണം. രണ്ടാമത്തെ കാര്യം, 2 മിനിറ്റ് മതി എന്ന് പറയുക. ഒരുപാട് സമയം വേണ്ട, 2 മിനിറ്റ് എക്സസൈസ്, അല്ലെങ്കിൽ 5 മിനിറ്റ് എക്സസൈസ്, മിനിമം 1 മിനിറ്റ് എക്സസൈസ്. 1 മിനിറ്റ് ഞാൻ ഒന്ന് ചാടിയിട്ട് നിന്നേക്കാം, എന്നാലും എനർജി റിലീസാവും. 1 മിനിറ്റ് ഇല്ലാതിരിക്കുന്നേക്കാൾ നല്ലത് കുറച്ച് ചെയ്യുന്നല്ലേ, ഇന്ന് കുറച്ച് ചെയ്തേക്കാം. ഒരു പേജ് വായിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം, 5 മിനിറ്റ് മെഡിറ്റേഷൻ പോട്ടെ, 2 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം. ഇങ്ങനെ ഏതൊരു കാര്യത്തിലും 2 മിനിറ്റ് പ്രിൻസിപ്പിൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ബ്രെയിൻ വേഗത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം അത് ഈസിയാണ്. 2 മിനിറ്റ് ചെയ്തതിൻ്റെ സുഖം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.
മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യാനുള്ളത്, രാവിലെ എഴുന്നേറ്റ് ഒരാൾ ബ്രഷ് ചെയ്യുന്നു, ബ്രഷിങ് കഴിഞ്ഞ ശേഷം ഒരു കാപ്പിയോ ചായയോ കുടിക്കുന്നു, അഥവാ എന്തെങ്കിലും ഒരു വെള്ളം നമ്മൾ കുടിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ആർക്കും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ നമ്മളുടെ അടുത്ത് തലേദിവസം രാത്രി പറഞ്ഞു ബോധ്യപ്പെടുത്തുക, രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് നമ്മളൊന്ന് കോഫി കുടിക്കുമല്ലോ, രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അത്ര തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് കേട്ടോ ഈ വാക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പഠിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ അത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ രാവിലെ ബ്രഷിങ് കഴിഞ്ഞു, മുഖം കഴുകി വന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ഓക്കെ, നെക്സ്റ്റ് എനിക്ക് യോഗ ചെയ്തേ പറ്റൂ, മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ വാക്കിംഗ് ചെയ്തേ പറ്റൂ, ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് എന്ന് പലതവണ നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് രാത്രി ഉറങ്ങുന്നത് എങ്കിൽ രാവിലെ ഉണരുമ്പോൾ ഇന്ന് വേണ്ട എന്ന് വിചാരിക്കുന്നതിന് പകരം കുറച്ചെങ്കിലും ചെയ്തേ തീരൂ എന്നതായിരിക്കുന്നൊരു വിചാരം വരെ അത് നിങ്ങളെ ആ കാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ചോയ്സ് കൊടുക്കണം. എല്ലാ ദിവസവും നമ്മൾ ഇന്ന് വാക്കിംഗ് ചെയ്തു, 1 മിനിറ്റ് വാക്കിംഗ് ചെയ്തു, അല്ലെങ്കിൽ 1 മിനിറ്റ് വ്യായാമം ചെയ്തു, 2 മിനിറ്റ് വ്യായാമം ചെയ്തു, നാളെ വീണ്ടും സെയിം കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് വരുന്നുണ്ടെങ്കിൽ രാത്രി ഉറക്കം മുന്നേ ചോദിക്കുക, നാളെ അപ്പം എന്താ വേണ്ടത്? നാളെ നമുക്ക് വാക്കിംഗ് വേണോ, അതോ ഡാൻസ് കളിക്കണോ, അതോ നമുക്ക് യോഗാസനം ചെയ്യണോ, എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുക. നാളെ ഞാൻ ഏത് ബുക്ക് വായിക്കണം, സ്പിരിച്വൽ സ്റ്റഡീസ് വേണോ, അതോ പോസിറ്റീവ് തിങ്സിൻ്റെ ബുക്കുകൾ വേണോ, എന്താണെന്ന് എൻ്റെ റീഡിങ്ങിന് എൻ്റെ ചോയ്സ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ചോയ്സ് കൊടുക്കുക. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഇതും കൂടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നൊരു ചോയ്സ്. അതേപോലെ ഞാൻ ഇന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവും. വേറൊരാളോടല്ല പറയേണ്ടത്, വേറെ ആരുമല്ല പറയേണ്ടത്. നമ്മളുടെ പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ ചോദിക്കുക, നാളത്തെ ചോയ്സ് എന്താണ്? ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇന്ന് ചെയ്ത കാര്യം തന്നെ നാളെ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടും. ആ കാര്യം കുറേയും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. 5-മത്തെ കാര്യം, നമ്മളെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ നിശ്ചയിച്ചുവെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് വായിക്കാൻ നിശ്ചയിച്ചു, അപ്പോൾ ചെറിയൊരു കാര്യം ചെയ്യുക, ഇന്ന് വായിച്ച് കഴിഞ്ഞിട്ടാവാം കാപ്പി കുടിക്കുന്നത്. ഇന്ന് കാപ്പി കുടിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഗിഫ്റ്റാണ്. അഥവാ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കുക, വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ ചെയ്യാമെന്ന് വിചാരിക്കൂ. അത് കഴിഞ്ഞിട്ട് വേണം നല്ലൊരു കാപ്പി കുടിക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു ചായ കുടിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്വീറ്റ്സ് കഴിക്കാൻ. എന്തെങ്കിലും ഒരു കാര്യം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യണം എന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സൂത്രപ്പണി എന്താണെന്ന് വെച്ചാൽ, പകുതി കഴിയുമ്പോൾ പറയും, ഇത്രയായിട്ടില്ലേ, ഇനി കാപ്പി കുടിച്ച് ചെയ്താലോ എന്നത് ചോദിക്കും നമ്മുടെ അടുത്ത്. സമ്മതിക്കരുത്, പറയണം, പറ്റില്ല, അത് ഗിഫ്റ്റാണ്, കാര്യം കഴിഞ്ഞിട്ടാണ് സമ്മാനമെന്ന്. സ്വയം നമ്മളെ തന്നെ ഇത്തരത്തിൽ ഡിസിപ്ലിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ് കാപ്പി കുടിക്കണം എന്നൊരാഗ്രഹം വരികയാണെങ്കിൽ അത് ചെയ്ത് തീർക്കാനുള്ളതായിരിക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ കാര്യം നന്നായി ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവനവനെ തന്നെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, ഒരു കൊച്ചു കാര്യം ചെയ്തുകൊണ്ട്, ചിലർക്ക് കാപ്പിയായിരിക്കും ഇഷ്ടം, ചിലർക്കൊരു നല്ല പാട്ട് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്കൊന്ന് പുറത്ത് നടക്കുന്നതായിരിക്കാം ഇഷ്ടം. ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂളിനുള്ളിൽ ഈ കാര്യം കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്ന് സ്വയം അവനവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളെ പുകഴ്ത്തുന്ന കൂട്ടുകാരെക്കാൾ നല്ലത് നമ്മളുടെ ബലഹീനതകളെ കളിയാക്കുന്ന കൂട്ടുകാരെ കൂടെ ജീവിക്കുന്നതാണ്. ശരിയാണ്, നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്ന സമയത്ത് നമുക്ക് മടുപ്പ് തോന്നില്ലേ, വിഷമം തോന്നില്ലേ? ആ ഡിസ്കംഫർട്ട് പലപ്പോഴും നിങ്ങളെ നന്നായി ചെയ്യാനുള്ള കാരണമാക്കി മാറ്റും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ചലഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങളെന്നും നിങ്ങളെ പകർത്തുന്ന കൂട്ടുകാരെന്ന് മാറിക്കൊണ്ട് ആരാണോ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കൂട്ടുകാർ, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യൂ. ഓട്ടോമാറ്റിക്കലി നന്നായി ചെയ്യാനുള്ളതായിട്ടുള്ള വിചാരം നിങ്ങളുള്ളിൽ വരും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പതിയെ പതിയെ നിങ്ങളുടെ മടിയനെ മാറ്റിക്കൊണ്ട് നല്ല അലേർട്ടായ, ആക്റ്റീവായിരിക്കുന്ന, ചുറുചുറുക്കുള്ളതായിരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളാവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.